ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനലിനകത്ത് ട്രാവൽ വീഡിയോസിനാണ് ഏറ്റവും കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ നമ്മൾ ഒരു ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. എൻ്റെ നാടെന്ന് പറയുന്നത് പുനലൂരാണ്, കൊല്ലം ജില്ലയിൽ പുനലൂരാണ്. പുനലൂരിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളമ്പൽ ആരമുന്നയിലാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുനലൂരിൽ തന്നെയുള്ള ഒരു മഹാവിസ്മയമായി നിൽക്കുന്ന നമ്മുടെ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താഴെ കാണുന്ന പുനലൂർ KSRTC ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അതിന് തൊട്ട് നേരെയാണ് നമ്മുടെ തൂക്കുപാലം കാണുന്നത്. നമുക്കിനി കാര്യങ്ങളിലോട്ട് കടക്കാം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന മഹാത്ഭുതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന സ്ഥലത്താണ്. പേര് പോലെ പുനൽ എന്നാൽ വെള്ളമെന്നും ഊരെന്നാൽ ഗ്രാമമെന്നും ചേർന്ന് പുനലൂർ എന്ന പേര് ഈ മലയോര മേഖലയ്ക്ക് വന്നു ചേർന്നു. തൂക്കുപാലത്തിൻ്റെ നാട് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കുത്തിയൊഴുകുന്ന കല്ലടയാറിന് കുറുകെയാണ് തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത്, അതായത് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലം, ആ കാലത്ത് കല്ലടയാറിൻ്റെ മറുകര കൊടും വനമേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാടുമായുള്ള വ്യാപാര ബന്ധം വളരെ ദുർഘടമായാണ് നടന്നിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാലം ആവശ്യമാണെന്നുള്ള തോന്നൽ എല്ലാവരിലും എത്തി. പക്ഷേ പാലം പണിയുന്നതിൽ പ്രധാനമായും രണ്ട് പ്രതിസന്ധികളാണ് ഉള്ളത്. അതിലൊന്ന്, ഒരു പാലം വന്നാൽ മറുകരയിലെ വന്യജീവികൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടക്കാൻ ഇടവരും. രണ്ട്, നല്ല അടിയൊഴുക്കുള്ളതും കുത്തിയൊഴുകുന്നതുമായ ആറിനു കുറുകെ തൂണുകൾ സ്ഥാപിച്ച് പാലം പണിയുന്നതും ആയിരുന്നു. ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ കല്ലടയാറിന് കുറുകെ ഒരു തൂക്കുപാലം നിർമ്മിക്കാം എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. 53 കണ്ണികൾ ഉള്ള 2 കൂറ്റൻ ചങ്ങലകളിൽ പാലം തൂക്കിയിടുക, അതായിരുന്നു മാതൃക. പാലത്തിന് ആവശ്യമായ നട്ടുകളും ബോൾട്ടുകളും മറ്റ് ഉരുക്ക് സാമഗ്രികളും എല്ലാം സ്കോട്ട്ലാൻഡിലെ ഒരു സ്റ്റീൽ കമ്പനിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇത്രത്തോളം ഉരുക്കു വസ്തുക്കൾ അന്നത്തെ കാലത്ത് കപ്പൽ വഴി കൊല്ലം തങ്കശ്ശേരി തുറമുഖത്ത് എത്തിക്കുകയും അവിടെ നിന്ന് റോഡ് മാർഗം ആനവണ്ടികളിൽ കെട്ടിവലിച്ച് 1.5 മാസം കാലയളവിലാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത്. തൂക്കുപാലത്തിൻ്റെ പ്രധാന ഭാഗമായ പാതയോരം അഥവാ പ്ലാറ്റ്ഫോം നിർമ്മിക്കുവാൻ തമ്പകം എന്ന മരത്തിൻ്റെ തടികളാണ് ഉപയോഗിച്ചത്. ഈ തടിക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തടുക്കുവാനുള്ള ശേഷി വളരെ കൂടുതലാണ്. പാതയോരം വലിയ ചങ്ങലകൾ കൊണ്ട് 2 കമാനങ്ങൾക്കിടയിൽ തൂക്കി ചങ്ങലയുടെ 4 ഭാഗങ്ങളും പാലത്തിൻ്റെ 4 സൈഡുകളിലുള്ള കിണറുകളിൽ ഒരു പ്രത്യേകതരം ലോക്കിട്ട് സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന കരിങ്കൽ കമാനങ്ങളുടെ നിർമ്മാണവും അതിലെ കൊത്തുപണികളും പിന്നെ ഈ കാണുന്ന തിരുവിതാംകൂറിൻ്റെ മുദ്രയും ചെയ്തത് മധുര, ചെങ്കോട്ട, തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ആശാരിമാർ ആയിരുന്നു. അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം പൂർത്തീകരിച്ചത്. ആയിരത്തി 1871 പണി തുടങ്ങുകയും 6 വർഷം പിന്നിട്ട് 1877 പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇത്രയും ഭീമാകാരമായിട്ടുള്ള പാലം വെറും ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ പാലം കടക്കുവാൻ പരിഭ്രാന്തരായി. ഇത് കണ്ട എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറി താൻ പണികഴിപ്പിച്ച പാലത്തിൻ്റെ കരുത്ത് മനസ്സിലാക്കിപ്പിക്കുവാൻ ഒരു ചെറു തോണിയിൽ താനും തൻ്റെ കുടുംബവുമായി തൂക്കുപാലത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയും 6 ആനകളെ തൂക്കുപാലത്തിലൂടെ നടത്തിക്കുകയും ചെയ്തു. ഇതോടെ എല്ലാവർക്കും പാലത്തിൻ്റെ കരുത്ത് മനസ്സിലാക്കുകയും ചെയ്തു.
തുടർന്ന് 1880 പൊതുഗതാഗതത്തിനും അനുമതി ലഭിച്ചു. ഇതോടെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒന്നുകൂടി ദൃഢമായി. പാലത്തിന് നേരിയ തോതിലുള്ള ഒരു കുലുക്കമുള്ളതുകൊണ്ട് തന്നെ വനമേഖലകളിൽ നിന്നും വരുന്ന വന്യജീവികൾക്ക് ഈ കുലുക്കം ഒരു ഭയം തന്നെയായി മാറി. 1972 ദേശീയപാത 208 ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പുനലൂർ തൂക്കുപാലത്തിന് സമീപം ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു. തുടർന്ന് പാലം ഉപയോഗിക്കാതെ കേടുപാടുകൾ വരാൻ തുടങ്ങുകയും കേരള സർക്കാർ 2013 അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ചു. നിർമ്മാണത്തിൽ ആദ്യം ഉപയോഗിച്ച അതേ മരത്തിൻ്റെ പുതിയ മരത്തടികൾ തന്നെയാണ് ഇപ്പോൾ നവീകരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുള്ളത്. സാംസ്കാരിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് 1990 ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഒന്നര നൂറ്റാണ്ടുകൾക്ക് ശേഷവും തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് മികവിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ലോകത്തിലെ തന്നെ 2ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന നമ്മുടെ പുനലൂർ തൂക്കുപാലം. നമ്മുടെ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. ചില ചരിത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെയും ഇവിടെയും വിട്ടുപോകാം. കുറേ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തതാണ്. ഒരു ചെറിയ വീഡിയോയിൽ ചെറിയ രീതിയിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായി കാണുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെയും ഗുഡ് ബൈ.